എന്തൊക്കെയാ പറയുന്നേ? സത്യം, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ആരുടെ മരണം? കല്യാണിയുടെയോ? അത് കല്യാണിയാകാം, ദാസാവാം, അതൊന്നും അല്ലെങ്കിൽ ഗംഗ വരെ ആവാം. ഗംഗയോ? ആന്റി ഇത് എന്തൊക്കെയാ? എടി, ഞാൻ പറയാൻ പോകുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങളാ. നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എന്തെങ്കിലും കാണുന്നുണ്ടോ? രണ്ടാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് നടുക്ക് നിന്ന് ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കന്റെ കഥ നീ കേട്ടിട്ടുണ്ടോ? ദേ ദേ, ആ കുറുക്കന്റെ മുഖഭാവമല്ലേ എനിക്കിപ്പോ. അല്ല, ഗംഗ മരിച്ച ആന്റിയെ പിന്നെ ആര് തൃച്ചംബരത്തെ അധികാരിയാക്കും? എടി, ഗംഗ കൊല ചെയ്യപ്പെട്ട ആരെ സംശയിക്കും? എന്നെയോ അഖിലയെയോ? അത് അഖിലാന്റി തന്നെ സംശയിക്കും. അപ്പൊ പകരം വീട്ടൽ നടക്കും. അതിലെ അഖില കൊല്ലപ്പെടും. അഖിലയില്ലാത്ത തൃച്ചംബരത്ത് അപ്പോഴും ഞാൻ തന്നെയായിരിക്കും അധികാരി, തൃച്ചംബരത്തിന്റെ റാണി. സമ്മതിച്ചാന്റി, ആന്റിയുടെ പ്ലാനിങ് ഞാൻ സമ്മതിച്ചു. പിന്നൊരു കാര്യം, ഇതെങ്ങാനും പുറത്തെറിഞ്ഞ പ്രവചന ലിസ്റ്റിൽ നിന്റെ പേര് കൂടി എഴുതി ചേർക്കേണ്ടി വരും എനിക്ക്. അയ്യോ, ഞാനിത് ഇപ്പോഴേ മറന്നു. മറന്നാ കൊള്ളാം. വാ. ഇത് കരച്ചിലൊഴിഞ്ഞ നേരമില്ല. ചേച്ചി എന്തിനാ കരയുന്നേ? ഒന്നുമില്ല നീങ്കുട്ട. നമ്മൾ ജീവനോളം സ്നേഹിച്ചവർക്ക് നമ്മൾ ആരുമല്ലെന്നറിയുമ്പോ ഉണ്ടാവുന്ന വേദന ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റില്ല. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? അച്ഛനിപ്പോ എന്റെ കൈകൊണ്ടുണ്ടാക്കി ഒന്നും കഴിക്കുന്നില്ല. എന്നെ ഭയമാണത്രേ. നിനക്കും പേടിയുണ്ടോടാ ചേച്ചിയെ? ചേച്ചി എന്താ ചേച്ചി ഇതൊക്കെ? ഇങ്ങനെ നീറി ജീവിക്കാൻ എനിക്ക് വയ്യ നീങ്കുട്ട. ചേച്ചിയോ ഇങ്ങനെയൊക്കെ ആയി. ദേ, എന്റെ മോൻ പഠിച്ച് വലിയ കളക്ടർ ആവണം. അച്ഛന് ഗമയ്ക്ക് പറയാൻ പറ്റണം എന്റെ മോൻ കളക്ടറാണെന്ന്. പാവോ നമ്മുടെ അച്ഛൻ. വയസ്സുകാലത്ത് എന്റെ മോൻ അച്ഛനെ പൊന്നുപോലെ നോക്കണം. ചേച്ചി അങ്ങ് പോകുമ്പോ അച്ഛന്റെ ടെൻഷനൊക്കെ അങ്ങ് മാറും. ഇനിയെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ പാവം അച്ഛന്. അതാ ചേച്ചി നല്ലത്. പോയി ചാക്. അതോടെ അച്ഛന് സമാധാനം കിട്ടും, ചേച്ചിക്ക് സമാധാനം കിട്ടും. പോയി ചാക്. അച്ഛനും മോൾക്ക് സമാധാനം കിട്ടും. ഇവിടെ ആർക്കും എന്റെ കാര്യം അറിയണ്ടല്ലോ. അതെങ്ങനാ? പെറ്റിട്ട ഉടനെ ഇതുപോലെ അങ്ങ് കളഞ്ഞിട്ട് പോയില്ലേ അമ്മ? അമ്മയ്ക്കില്ലാത്തതാണോ പെങ്ങൾക്കും അച്ഛനും? പൊയ്ക്കോ, എല്ലാരും പൊയ്ക്കോ. എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോ. ഞാൻ ചത്താലും നിങ്ങളുള്ളിടത്തേക്ക് വരില്ല. അത് പോരെ. ക്ഷമിക്കട. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ചേച്ചി എങ്ങോട്ടുമില്ല. കണ്ണു തുടക്കി.
വലിയ കുഞ്ഞ. ഹലോ, എന്തുപറ്റി? എന്താ നിന്റെ ശബ്ദത്തിനൊരു ഇടർച്ച? കരഞ്ഞു എന്റെ കെട്ടിയോള്? ഏയ് ഒന്നുമില്ല വലിയകുഞ്ഞെ, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. കല്യാണി, നിന്റെ ശബ്ദം ഒന്ന് ഇടറിയാൽ, നിന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞാൽ അതെനിക്ക് അറിയാൻ പറ്റും. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ വീഡിയോ കോളിലേക്ക് വാ. വലിയകുഞ്ഞെ, അത് അനിയൻകുട്ടൻ. അത് സാരമില്ല, എനിക്കിപ്പോ നിന്നെ ഒന്ന് കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഞാനിപ്പോ ഔട്ട് ഹൗസിലേക്ക് വരും. അയ്യോ വലിയകുഞ്ഞെ വേണ്ട, ഞാൻ വീഡിയോ കോളിൽ വരാം. വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. എന്നാ ചെയ്യ്. ഒന്നുമില്ലെങ്കിൽ ചേച്ചിയുടെ മുഖത്ത് സന്തോഷം എനിക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പൊ ഞാൻ നിൽക്കുന്നുള്ള വിഷമം വേണ്ട. കല്യാണി, നിന്നെ ഇപ്പൊ കാണാതിരിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും കാണണമെന്ന് തോന്നുക. ഞാൻ എന്ത് ചെയ്യാനാ വലിയകുഞ്ഞെ, എല്ലാം വിധിയാ. അത് സന്തോഷമായാലും സങ്കടമായാലും നമ്മളെ തേടി വരും. ദേ കെട്ടിയോളെ, ഈ വിധി എന്ന് പറഞ്ഞൊരു സംഭവമേ ഈ ലോകത്തില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാ നമ്മുടെ വിധി തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. അമ്മ തീരുമാനിച്ച മുഹൂർത്തത്തിൽ ഞാൻ നിന്റെ കഴുത്തിൽ. ഒരച്ഛൻ്റെ അവസാനത്തെ അപേക്ഷയാണ്. അഖില മേഡം വരുന്നവരെയുള്ളൊരു സമയം അതെനിക്ക് തരണം. ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി തൊലഞ്ഞോളാം. ആ ബ്രോ, അതെ, ആ കെമിക്കൽ കമ്പനിക്കാർ വീണ്ടും വന്നിരുന്നു. എന്തു വർക്കായിരുന്നു എന്നറിയോ? എന്തു പറ്റി ബ്രോ? ബ്രോ എന്തോ വലിയ ടെൻഷനിലാണല്ലോ. അത് ഞാൻ കല്യാണിയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ ദാസേട്ടൻ വന്ന് കയറി. ആ അത്രേ ഉള്ളൂ? അതല്ലടാ, ദാസേട്ടൻ കല്യാണിയെ ഒന്നാമതേ. ഒന്നുമില്ല ബ്രോ, ടെൻഷൻ അടിക്കണ്ട. ദാസേട്ടൻ ഞാനിപ്പോൾ അവിടുന്ന് മാറ്റിയാ പോരെ, അത് ഞാൻ ഏറ്റു. ഇപ്പൊ ബ്രോ ചെന്നിട്ട് കല്യാണം ചെന്ന് സമാധാനിപ്പിക്കും. ഹലോ കുഞ്ഞേ. ആ ദാസേട്ടാ, അതെ, ഒരു അത്യാവശ്യ ഫയൽ എടുക്കണം. എൻ്റെ ഒപ്പം ഓഫീസിലേക്ക് ഒന്ന് വരുമോ? കാർ എടുക്കുമോ? ശരി കുഞ്ഞേ. ഓക്കെ ഓക്കെ ശരി. പോരെ എൻ്റെ ബ്രോ? ഞാനിട്ട് എൻ്റെ ബ്രോയ്ക്ക് ഈ മുഖം വാടി സഹിക്കും എനിക്ക് ബ്രോ. ചെല്ല്, ചെന്ന് സമാധാനപ്പെടുത്തി പതിയെ വാ. അല്ല എൻ്റെ ഞാനേ പേഴ്സ് എടുക്കാൻ മറന്നു, പോയിട്ട് വരാം.
ഇത് എവിടെയായിരുന്നു അരവിന്ദേ? ഫോൺ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. ആനന്ദിന്റെ മുറി പോയി നോക്കിയപ്പം ആൾ അവിടെയും ഇല്ല. എപ്പോ? ദേ ഇപ്പൊ പോയിട്ട് വന്നേ ഉള്ളൂ. എന്താ? ഏയ് അല്ല, എന്റെ പേഴ്സ് ഇവിടെ വെച്ചിരുന്നു. പേഴ്സ്. അർജന്റായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകേണ്ടി വന്നു. എനിക്ക് തോന്നി ഫയലും കൊണ്ടുള്ള വരവ് കൂടി കണ്ടപ്പോ ഉറപ്പിച്ചു. എന്തു പറ്റി അരവിന്ദ്? മുഖത്തൊരു വാട്ടം. ഒന്നുമില്ല, വെറുതെ തോന്നുന്നതാ. ഒന്നുമില്ലാതൊന്നും അല്ല. എനിക്കറിയാം, ആനന്ദിന്റെ ടെൻഷനാ ഈ മുഖത്ത് പ്രതിഫലിക്കുന്നത്. സത്യം പറഞ്ഞ പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ. സ്നേഹിക്കാനും ഒരാപത്ത് വരുമ്പോൾ ഓടിയെത്താനും ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കാനും ഒരു സഹോദരനെയോ സഹോദരിയോ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. കൂടപ്പിറപ്പില്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചാലേ അറിയൂ. ഒരു തരം ശൂന്യതയാ, മരവിപ്പ്. അങ്ങനെ അവസാനം കൂട്ടുകൂടിയതാ പുസ്തകങ്ങളോട്. അരവിന്ദേ, എന്താ ഇപ്പൊ ടെൻഷന്റെ കാര്യം? അത് പറ. എന്നെ വിശ്വസിക്കാം, ഞാൻ കൂടെയുണ്ട്. നന്ദന, നീ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വൈകിയാണെങ്കിലും നിനക്കുണ്ടായ തിരിച്ചറിവിൽ എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഒന്ന് പുറത്തു പോകണം. ഒരു ഫ്രണ്ടിന്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. പാർട്ടിക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഡ്രിങ്ക്സേ കമ്പനിക്ക് മാത്രം. ഒരെണ്ണം ശ്രമിക്കാം. അരവിന്ദേ, നന്ദന ലക്ഷ്യത്തിലേക്ക് അടുത്തു തുടങ്ങി. ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം നടക്കില്ല. കാരണം തൃച്ചംബരത്ത് മൂത്ത മരുമകള് വേണ്ട. ഇനി ഒരു വിലാസിനിയാകാൻ നന്ദനയെ കിട്ടില്ല. അയ്യോ, ഞാൻ അവളെ വിളിക്കുന്നില്ലെന്ന് അവള് പറഞ്ഞോ? കള്ളം പറയാ സഹദേവേട്ടാ, ഞാൻ എന്നും അവളെ വിളിക്കുന്നുണ്ട്. അത് 4-5 ദിവസമായിട്ട് ഫോൺ വിളിക്കാത്തത് അഖിലേച്ചി ഇല്ലല്ലോ. ഇല്ല, ഞാൻ തന്നെ നോക്കണ്ടേ, അതാ. ഇവളാരെയാ ഈ രാത്രി ഫോൺ ചെയ്യുന്നത്? ഏതായാലും ഒന്ന് നോക്കാം. കണ്ടില്ലേ സഹദേവേട്ടാ, അവക്കൊന്ന് എന്നെ വിളിച്ചൂടെ? ഇവിടെ അഖിലേച്ചി പോലും ഇല്ലാതെ ഞാൻ കിടന്ന് പാടുപെടുന്നത് എനിക്കേ അറിയൂ. ശരി, ഞാൻ വിളിക്കാം. ഒരു ഭർത്താവ് എന്ന് വിളിച്ചാലും ഓരോ കുറ്റങ്ങളേ ഉള്ളൂ. പേടിച്ചു പോയല്ലോ. ഞാൻ വിചാരിച്ച ഏതോ യക്ഷിയോ മറ്റോ ആണെന്ന്. അതേടി, യക്ഷി തന്നെ. നിന്റെ രക്തം ഊറ്റി കുടിക്കാൻ വന്ന യക്ഷി. നീയോ? അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കണം. അല്ല, എന്താ തൃച്ചംബരത്തൊരു സ്റ്റേ? തിരിച്ചു പോകുന്നില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ അതേ ഉദ്ദേശം തന്നെ. എന്റെ ഉദ്ദേശം എന്ത്? തൃച്ചംബരത്തെ നിധിയും സിംഹാസനവും. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? പറയാം. തൃച്ചംബരത്ത് നിന്നും ആരെയും കൊന്നിട്ടോ നാട് കടത്തിയിട്ടോ നീ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്വത്തും അധികാരവും. ഓ, അങ്ങനെയാണോ? ഇത് തന്നെയായിരിക്കും നിന്റെ ഉദ്ദേശം എന്ന് തോന്നിയിരുന്നു. ഏതായാലും ഇപ്പൊ അതങ്ങ് ഉറപ്പിച്ചു. എന്നാലേ അതിനു വേണ്ടി തിളപ്പിച്ച ആ വെള്ളവേ നീ അങ്ങ് ഇറക്കി വെച്ചേക്ക് മഹേശ്വരി. അതാ നിനക്ക് നല്ലത്. എടി, ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചിട്ടുമുണ്ട്. പണ്ട് നീ എന്റെ മോൾ ഇവിടുത്തെ മരുമകളാകാതിരിക്കാൻ ഒത്തിരി കളികൾ കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. അതിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചില്ലേ? ഓ, അപ്പൊ രണ്ടും തുനിഞ്ഞുള്ള വരവാ. അങ്ങനെയാണെങ്കി
നീ ഒരു അംഗത്തിന് തയ്യാറായിക്കോ. വേണ്ടി വന്നാ കൊല്ലും നിന്നെ ഞാൻ. എടി നിന്നെ ഞാൻ അതെ അതെ. ഒരു സെക്കൻഡ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹോൾഡ് ചെയ്യണേ. എന്താ അവിടെ? ഏയ് ഒന്നുമില്ല ശിവരാമേട്ടാ, ഞാനും മഹേശ്വരിയൊക്കെ ഒരു നാട്ടിലുള്ളതല്ലേ, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തതാ. നാട്ടുവിശേഷങ്ങള്. ഞങ്ങളുടെ വീടിന്റെ ആ മൂലയ്ക്കുള്ള വീടാ വിലാസിനിയുടേത്. കൊടുത്തിട്ടിപ്പോ കുറച്ച് നാളെ ആയുള്ളൂ അല്ലേ വിലാസിനി? ആ അതെ അതെ. മതി, വലിയ വിശദീകരണമൊന്നും വേണ്ട. വിലാസിനി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തറവാടിന്റെ പേര് കളയാതെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന്. മഹേശ്വരി ഞങ്ങളുടെ സംബന്ധക്കാരി. ആ ഒരു പരസ്പര ബഹുമാനം എന്നും ഉണ്ടാകത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങളെ ആകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്ന് വരും. ഇപ്പൊ രണ്ടുപേരും അകത്തേക്ക് പോ. നാട്ടുവർത്തമാനമൊക്കെ നാട്ടിൽ വെച്ച് കാണുമ്പോൾ മതി. ചില ആ പറയേ. നിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാനാണ് ഒരുക്കമെങ്കിൽ എന്നെ കൊന്നിട്ടായിക്കോ. ഒരച്ഛന്റെ അപേക്ഷയായിട്ട് കരുതണം. എന്നൊന്ന് കൊന്നു തരാമോ നിനക്ക്? അച്ഛൻ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആലോചിച്ച അതിനൊരവസാനമില്ല. ആ മോൻ കഴിക്കേ. അച്ഛൻ കഴിക്കേ, എന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. അനിയൻകുട്ട, മക്കള് വയറ് നിറയെ വാരി തിന്നുന്നത് കാണുമ്പോ നിറയുന്ന വയറും മനസ്സും അച്ഛൻ്റെ. കഴിക്കേ, അല്ലെങ്കിൽ വേണ്ട, അച്ഛൻ വാരി തരാം. കഴിക്കും. അച്ഛനിനി എത്ര നാള് പറ്റൂ ഇതൊക്കെ? പണ്ട് അച്ഛൻ ഇവിടുന്ന് ലീവിന് നാട്ടിലേക്ക് വരുമ്പോ നീ അച്ഛൻ വാരിത്തരണമെന്ന് വാശി പിടിച്ച് കരയായിരുന്നു. തിരികെ പോകുന്നത് വരെ പിന്നെ അത് അച്ഛന്റെ ജോലിയായി. അച്ഛൻ ഊട്ടിയാ നീ ഇത്ര തടിച്ചതെന്നാ മുത്തശ്ശി പറയുന്നു. കഴിക്കേ. അമ്മയില്ലാത്ത സ്നേഹം കൂടി അച്ഛൻ അറിഞ്ഞോ അറിയാതെയോ മക്കൾക്ക് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും ഒന്നിന് പകരമാകില്ല എന്ന് അച്ഛനറിയാം. ദേ, അച്ഛൻ ഇനിയൊരു ആഗ്രഹമുണ്ട്. എന്റെ മോൻ പഠിച്ചു വലിയ ഉദ്യോഗസ്ഥനാകുമ്പോ മോനെ കാറിന്റെ ബാക്കിലിരുത്തി അച്ഛന് ഡ്രൈവ് ചെയ്യാം. അവസാനത്തെ വളയം പിടിക്കല്. അതിന് ആയുസ്സുണ്ടാവുമെന്നറിയില്ല. അച്ഛാ, ഒരുരുള എനിക്കൂടി തരുമോ?
പേടിക്കണ്ട മോളെ, അച്ഛനിതിൽ വിഷം കലർത്തിയിട്ടില്ല.